ബ്രാഹ്മണന്റെ ജ്ഞാനവും രാക്ഷസന്റെ ശക്തിയും സമന്വയിപ്പിച്ച് വിശ്വമുനിക്കും രാക്ഷസി രാജകുമാരി കൈകേസിക്കും രാവണൻ ജനിച്ചു. കുട്ടിക്കാലത്ത് അവന്റെ അഭിലാഷം പ്രകടമായിരുന്നു. അധികാരത്തിനും അറിവിനുമുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ തൃപ്തികരമല്ല, കുറച്ചുപേർ ചവിട്ടാൻ ധൈര്യപ്പെടുന്ന പാതകളിലേക്ക് അവനെ നയിച്ചു. ശിവന്റെ അനുഗ്രഹങ്ങൾ അഭ്യർത്ഥിക്കാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രമായ തപസ്യ ആണ് മഹത്തായ തപസ്യ. അവന്റെ ഭക്തി സാധാരണക്കപ്പുറത്തേക്ക് പോയി. ആകാശം പോലും വിറച്ചു. ആകാശം പോലും അവൻ നിർവഹിച്ചു. അവന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് ധാരാളം വരങ്ങൾ നൽകി. രാവണൻ ദേവന്മാർക്കും അസുരന്മാർക്കും എതിരെ അജയ്യത ലഭിച്ചു. കൂടാതെ നിരവധി ദിവ്യായുധങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും തന്റെ ആധിപത്യം ഉറപ്പാക്കി. അഗാധമായ ആത്മീയ ബന്ധവും സാഹിത്യ മഹത്വവും പ്രതിഫലിപ്പിക്കുന്ന ശിവതാണ്ഡവ സ്തോത്രത്തിന്റെ രചനയിലൂടെ അദ്ദേഹത്തിന്റെ ഭക്തി അനശ്വരമായി. രാവണന്റെ 10 തലകൾ കേവലം ശാരീരിക ഗുണങ്ങൾ ആയിരുന്നില്ല, അവ അവന്റെ അറിവിന്റെ വ്യാപ്തിയും ആഴവും പ്രതീകപ്പെടുത്തി. ഓരോ തലയും 6 ശാസ്ത്രങ്ങളിൽ ഒന്നിലും 4 വേദങ്ങളിലും പാണ്ഡിത്യം പ്രതിനിധീകരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത ബുദ്ധിയെ പ്രകടമാക്കുന്നു. അദ്ദേഹത്തിന്റെ പണ്ഡിതനായ ഒരു ഭരണാധികാരിയാകുകയും സംവാദങ്ങളിലും പോരാട്ടത്തിലും ഒരുപോലെ ഭയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുതിയ ശക്തിയോടെ രാവണൻ ഒരു ഭീകരമായ യോദ്ധാവായി ഉയർന്നു. അജയില്ലാത്ത ശക്തിയുടെ പാരമ്പര്യം അദ്ദേഹം എല്ലാത്തരം പോരാട്ടവും മാസ്റ്റേഴ്സ് ചെയ്തു. യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ മിഴിവ് സമാനതകളില്ലാത്തതായിരുന്നു. ലങ്കയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായി രാവണ സമ്പത്തിന്റെ ദൈവമായ തന്റെ അർദ്ധസഹോദരനായ ഒരു ജയിച്ചു. രാവണന്റെ ഭരണത്തിൻ കീഴിൽ ലങ്ക ഒരു മനോഹരമായ സ്വർണമായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും നിയമമായി മാറി. ലങ്കയിലെ രാവണന്റെ ഭരണം സമൃദ്ധിയും പുരോഗതിയും കൊണ്ട് അടയാളപ്പെടുത്തി. തന്റെ പ്രജകളുടെ സന്തോഷവും ക്ഷേമവും ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം ജ്ഞാനത്തോടെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ ലങ്ക അഭിവൃദ്ധി പ്രാപിച്ചു. കല, സംസ്കാരം, നൂതനത്വം എന്നിവയുടെ കേന്ദ്രമായി മാറി. അവന്റെ പ്രധാൻമാർ അവനെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവൻ ദയോടെ ശക്തിയുള്ളവരോട് സന്തുലിതമാക്കാനുള്ള കഴിവ് സാക്ഷ്യപ്പെടുത്തി. രാവണന്റെ കുടുംബം തന്റെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഭാര്യയായ മണ്ഡോദാരി രാജ്ഞി തന്റെ സൗന്ദര്യം, ജ്ഞാനം, വിശ്വസ്തത എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. അവൾ ഉപദേശവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് കട്ടിയുള്ളതും മെലിഞ്ഞതുമായ രാവണനൊപ്പം നിന്നു. അദ്ദേഹത്തിന്റെ മക്കൾ, പ്രത്യേകിച്ച് ഇന്ദ്രജിത്ത്, അതികായ എന്നിവർ അദ്ദേഹത്തിന്റെ യോദ്ധാവിന്റെ ചൈതന്യം പാരമ്പര്യമായി സ്വീകരിക്കുകയും നിരവധി യുദ്ധങ്ങളിൽ തങ്ങളുടെ വീര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ അദൃശ്യനാകാനുള്ള ഇന്ദ്രജിത്തിന്റെ കഴിവ്, അവന്റെ തന്ത്രപരമായ മിടുക്ക് എന്നിവ കൂടിച്ചേർന്ന് അവനെ ഒരു ഭീമാകാരമായ ശക്തിയാക്കി. അതേസമയം അതികായുടെ ശക്തിയും വൈദഗ്ധ്യവും കുടുംബത്തിന്റെ അധികാര പൈതൃകത്തിലേക്ക് ചേർത്തു. ശ്രീരാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയതോടെ രാവണന്റെ കഥ നാടകീയമായ വഴിത്തിരിവായി. തന്റെ സഹോദരിയായ ശൂർപ്പണഖയ്ക്ക് രാമന്റെയും ലക്ഷ്മണന്റെയും കൈകളിൽ നിന്ന് ഉണ്ടായ അപമാനത്തോടുള്ള പ്രതികാരബോധവും ആഗ്രഹവും കലർന്നതാണ് ഈ പ്രവൃത്തിയെ നയിച്ചത്. സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള റേവാന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ പതനത്തിന്റെ തുടക്കമായിരുന്നു. ഇത് സ്മാരക സംഘട്ടനത്തിനായി വേദി നിശ്ചയിച്ചു. രാവണന്റെ തട്ടിക്കൊണ്ടുപോകൽ ശ്രീരാമനുമായുള്ള ഒരു ഇതിഹാസ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. രാവണന്റെ തന്ത്രപരമായ മിഴിവ്, സൈനിക ശക്തി എന്നിവയാൽ അടയാളപ്പെടുത്തിയ രൂക്ഷമായതും തീവ്രവുമായ ലാങ്കയുടെ യുദ്ധം. തന്റെ ഭൂതകാല സൈന്യം അണിനിരത്തി അദ്ദേഹത്തിന്റെ നേതൃത്വവും പോരാട്ട നൈപുണ്യവും കാണിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഇന്ദ്രജിത്ത് അവിശ്വസനീയമായ അനുഭവം പ്രകടിപ്പിച്ചു, രാമന്റെ സേനയിൽ നാശം സൃഷ്ടിക്കാൻ തന്റെ ശക്തികൾ ഉപയോഗിക്കുന്നത്. ഹനുമാൻ രാവണനുമായുള്ള ഏറ്റുമുട്ടലോടെ ആഖ്യാനം നിർണായക വഴിത്തിരിവായി. ശ്രീരാമന്റെ തീവ്രഭക്തനായ ഹനുമാൻ ലങ്കയിൽ നുഴഞ്ഞുകയറി സുവർണ നഗരം കത്തിച്ചുകൊണ്ട് നാശം വരുത്തി. രാവണന്റെ പതനത്തെ മുൻനിഴലാക്കുന്ന ഒരു പ്രതീകാത്മക പ്രവൃത്തി. നാശം സംഭവിച്ചിട്ടും രാവണന്റെ ദൃഢനിശ്ചയം തകരാതെ തുടർന്നു. അത് അവന്റെ വഴങ്ങാത്ത മനോഭാവം പ്രകടമാക്കി. രാമനും രാവണനും തമ്മിലുള്ള അവസാന യുദ്ധം വീര്യത്തിന്റെയും ധീരതയുടെയും കാഴ്ചയായിരുന്നു. രാവണന്റെ അതിശക്തമായ യുദ്ധവൈദഗ്ധ്യവും ദിവ്യായുധങ്ങളും പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരുന്നു. അത് അവന്റെ ശക്തിയുടെ വ്യാപ്തി ഉയർത്തിക്കാട്ടുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അഹങ്കാരവും അദ്ദേഹത്തിന്റെ വിധിയെ മറച്ചുവച്ചു. ധർമ്മത്തിന്റെ, നീതിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന രാമൻ ആത്യന്തികമായി വിജയിച്ചു. രാവണനെ അടിക്കാൻ ബ്രഹ്മാവിന്റെ ദിവ്യ അസ്ത്രം ഉപയോഗിച്ചു. ഈ നിമിഷം ശാശ്വതമായ സത്യത്തിന് അടിവരയിടുന്നു. അനീതിയുടെ മേൽ നീതി എപ്പോഴും വിജയിക്കും. രാവണന്റെ പാരമ്പര്യം അഗാധമായ സങ്കീർണതയാണ്. ഒരു വില്ലനായി അവനെ ഓർമ്മിക്കുന്നു. അതിശയകരമായ ബുദ്ധിയുടെയും ഭക്തിയുടെയും കണക്കാണ്. അവന്റെ 10 തലകൾ, തന്റെ വിശാലമായ അറിവിന്റെ പ്രതീകവും ശിവൻ അചഞ്ചലമായ സമർപ്പണവും. അവന്റെ സ്വഭാവത്തിലേക്ക് പാളികൾ ചേർക്കുക. എല്ലാ വർഷവും ദുശ്രുതിയുടെ സമയത്ത് തിന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി അവന്റെ പ്രതിമകൾ കത്തിക്കുന്നു. എന്നിട്ടും ചില സംസ്കാരങ്ങളിൽ തന്റെ ബൈബദ്ധ മിഴിവോടെയോടും ഭക്തിയോടും അവൻ ബഹുമാനിക്കുന്നു. ഇതിഹാസങ്ങൾ ബഹുമുഖമായി തീർന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
അനിയന്ത്രിതമായ അഭിലാഷത്തിന്റെയും ആഗ്രഹത്തിന്റെയും അപകടത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയാണ് രാവണന്റെ കഥ. അത് അവന്റെ മഹത്വത്തിന്റെയും പോരായ്മകളുടെയും ഒരു സാക്ഷ്യമായി വർത്തിക്കുന്നു. ഏറ്റവും ശക്തരായവർ പോലും അവരുടെ സ്വന്തം അഹങ്കാരത്താൽ എങ്ങനെ വീഴുമെന്ന് ചിത്രീകരിക്കുന്നു. രാവണന്റെ ജീവിതം ബുദ്ധി, ശക്തി, ഭക്തി, ദുരന്തം എന്നിവയുടെ മിശ്രിതമായി തുടരുന്നു. അത് തലമുറകളായി വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു.